ദൈവം നിന്നെ പാലിച്ചിടും തൻ്റെ കൈകളിൽ അമ്മയേക്കാൾ സ്നേഹമേകി തൻ ഹൃദയത്തിൽ. നമ്മുടെ ഈ പ്രാവശ്യത്തെ ആപ്തവാക്യം പ്രാർത്ഥിക്കാൻ പരിശീലിക്കാം എന്നതാണ്. അമ്മമ്മയുടെ മക്കളെ എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പരിശീലിപ്പിച്ചത്? ഞങ്ങൾ സന്ധ്യാവണെ അവരുടെ കൂടെ തന്നെ പ്രാർത്ഥിക്കണം. സന്ധ്യാവണേക്കാളും മുന്നേ തന്നെ പ്രാർത്ഥിക്കുന്നത് അടിക്കും കൂടെ ചെയ്തത്. എന്നാൽ ആ സമയം കൊണ്ട് മക്കളോട് ചേർന്ന് നിന്ന് മക്കളും പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ നല്ല പോലെ ശരിയായ വിധം പ്രാർത്ഥിക്കണം. അമ്മമ്മയുടെ പള്ളിയെ കുറിച്ചുള്ള പഴയ അനുഭവങ്ങളെന്ന് പറയാമോ? പറയാം. കാരണം എൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് പള്ളി. ഞങ്ങളുടെ അച്ഛന്മാരായാലും അവർക്ക് നമ്മളുടെ പേര് വരും. ആ വന്നു കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ അച്ഛൻ്റെ നമ്മുടെ വീട്ടിൽ സംഘം പോയിട്ട് ഞങ്ങളുടെ ഇടപെടും പെരുമാറും പ്രവർത്തിക്കും. ഞാൻ എന്തെങ്കിലും കാര്യം അതെന്താണെന്ന് ജീവിതം ചോദിക്കും. പള്ളിയിലായിട്ട് വന്നിട്ട് ആവശ്യമായിട്ട് വന്ന് മറ്റുള്ള ഇടപെടാനും അപ്പാനും പറയാനും പോയാലും അമ്മമ്മ പള്ളി സ്കൂളിലും പള്ളിയിൽ വേദപാഠം പഠിക്കാൻ പോയപ്പോഴും ഏതെങ്കിലും ടീച്ചർ അമ്മമ്മയുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? ആരാണ് ആ ടീച്ചർ? എൻ്റെ സൺഡേ ക്ലാസ് പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായിരുന്നു. അത് സ്കൂളിലെ ടീച്ചറായിരുന്നു. ഞങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചറായിരുന്നു. പക്ഷേ അന്നടിയും കിട്ടും. അങ്ങനെ ശരിക്കും ചോദിക്കുന്ന ചോദ്യം ശരിക്കും പറഞ്ഞിട്ടുണ്ടെന്നില്ല സമ്മതിക്കില്ല. നല്ല അടി കിട്ടും. നമ്മുടെ മതബോധന വിഭാഗത്തിൻ്റെ അമ്മാമ്മയ്ക്ക് ആദരം കേട്ടോ. ദൈവം നിന്നെ പാലിച്ചിടും തൻ്റെ കൈകളിൽ അമ്മയേക്കാൾ സ്നേഹമേകി തൻ. നമ്മുടെ ഈ പ്രാവശ്യത്തെ ആപ്തവാക്യം പ്രാർത്ഥിക്കാൻ പരിശീലിക്കാം എന്നതാണ്. അമ്മമ്മയുടെയും മക്കളെ എങ്ങനെയാണ് പ്രാർത്ഥിക്കാൻ പരിശീലിപ്പിച്ചത്? പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് ആദ്യം മുട്ടുവെച്ച് ഈശോയ്ക്ക് സ്തുതി കൊടുക്കുക. എന്നിട്ട് ഈശോയ്ക്ക് ശിവാൻസാലെ ഞങ്ങളുടെ വീക്ഷിക്കുകയാണ്. നമ്മുടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും കർത്താവിൻ്റെ വായിലും ആദ്യം പിന്നെ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ കണ്ണ് കാണാത്തതുകൊണ്ട് വീട്ടിൽ പുസ്തകത്തിൽ നിന്ന് വായിക്കില്ല, വായനയില്ല. അതിന് പകരം 5 മണിക്ക് 5:30 ഞാൻ പ്രാർത്ഥന കൊടുക്കും. കൊന്തെത്തിക്കും. കാരണം കൊന്തെത്തിക്കുമ്പോൾ കണ്ണ് വായിക്കണ്ടല്ലോ. ഓക്കെ. അപ്പം അങ്ങനെ അത് പ്രാർത്ഥന കൊടുക്കില്ല. പക്ഷേ എങ്ങനെയാണ് പുസ്തകത്തിൽ നോക്കി വായിക്കാൻ എനിക്ക് പറ്റില്ല. ആദ്യം വീട്ടിൽ അത് നിർത്തിയിട്ട് കുട്ടികളെ ഞങ്ങൾക്ക് എന്തൊക്കെ ഉപദേശങ്ങളാണ് നൽകുന്നത്? കാരണം അവരെ അപ്പനും അമ്മയെയും ബഹുമാനിക്കുക, അവരോട് നല്ല വർത്താനം പറയുക. ഈശോയ്ക്ക് സ്തുതി കൊടുത്ത ഉടനെ അപ്പനും അമ്മയ്ക്കും സ്തുതി കൊടുക്കുക. വിജയഴിച്ചിട്ട് ഈശോയ്ക്ക് സ്തുതി കൊടുത്തിട്ട് പിന്നെ അപ്പനും അമ്മയ്ക്കും സ്തുതി കൊടുക്കുക. അപ്പോൾ സന്ധ്യ ആകുമ്പോൾ കുരിശടിക്കണം. കർത്താവിൻ്റെ മാലാകരണം കുരിശടിക്കണം സന്ധ്യ ആകുമ്പോൾ. ബാബനും മാമനും ചെറിയൊരു ഉപകാരം കേട്ടോ. ഓക്കെ, പിടിച്ചോ. ദൈവം നിന്നെ പാലിച്ചിടും തൻ്റെ കൈകളിൽ അമ്മയേക്കാൾ സ്നേഹമേകി തൻ ഹൃദയത്തിൽ. കാലമെത്ര